വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സൈഡിൽ കാണുന്നത് തന്നെ ഒരു ഹൈസ്കൂളിന്റെ പിറകില് കപ്പിൾ ആയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്നു നിന്ന് ചുംബിക്കുന്നതും അതുപോലെ കെട്ടിപ്പിടിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടത്. ആ ഒരു വീഡിയോ എടുത്ത ആള് സ്കൂളിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. എടപ്പലം ഹൈസ്കൂൾ എന്ന് പറയുന്നു. അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട്, എനിക്കത് അറിയാത്തത് കൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇനി ഏത് സ്കൂളാവട്ടെ, ഏതൊരു സ്കൂളാണെങ്കിലും സ്കൂളിന്റെ പിൻവശത്ത് വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ശരിക്കും നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ്. ഇങ്ങനെ ദൂരെ നിന്നും മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയത് തെറ്റാണ് എന്ന് പറയുന്ന കുറെ ആളുകൾ കമന്റിൽ കാണുന്നുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഈ രീതിയിൽ പോകുമ്പോഴാകും ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇത് വലിയ ഒരു തെറ്റായിരുന്നു എന്നത്. ഹൈസ്കൂളാണ്, 15 വയസ്സ് അല്ലെ, അതിന് താഴെയാകാം, ഇനി 16 ആയിക്കോട്ടെ, 18 വയസ്സിലും താഴെയാണല്ലോ ആ പ്രായം. അപ്പോ ഇതെല്ലാം ശരിയായ ഒരു രീതിയാണ്. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഇത് ഒരിക്കലും നമ്മുടെ സംസ്കാരത്തെ ഒന്നും കൂട്ടിവലിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്കോ നിങ്ങളുടെ വീട്ടിലേക്കോ ഒന്ന് നോക്കുക. ചെറിയ കുഞ്ഞുങ്ങളാ, 15 വയസ്സൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികളാ. ആ ഒരു കുട്ടികൾ ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ എത്ര അപകടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. കമന്റ് ഇടുന്ന ആളുകൾക്ക് കൃത്യമായി അപ്പൊ തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂ ജനറേഷൻ പിള്ളേരുടെ കമന്റുകളുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നാണ് ആ കുട്ടികളൊക്കെ കമന്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം അവരുടെ വീട്ടിലും സംഭവിക്കണം. അപ്പോൾ അവർ പറയും കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്. വൃത്തികേടുകളല്ലേ ഈ പറയുന്നത്? ജനറേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം മാറുന്നൊക്കെയുണ്ട്, ശരിയാണ്. പക്ഷേ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത് ശരിക്ക് അപകടം തന്നെയല്ലേ? അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇതാണ്: കിട്ടാത്ത മുന്തിരി പൊളിക്കും. മറ്റുള്ള ആളുകളുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞ് ക്യാമറ വെക്കുന്നത് അത്രക്ക് നല്ലതല്ല എന്നുള്ളത്. ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത ആളെ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. അതൊരു മെസ്സേജ് തരുന്നതിന് തുല്യമാണ്. ഒരു സ്കൂളിന്റെ പിറകു വശത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. സ്കൂൾ അധികൃതർ പോലും ഒന്നും അറിയുന്നില്ല. ഒരു ഹൈസ്കൂളാണ്, ഒരു CCTV ക്യാമറ പോലും ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഗവൺമെന്റ് ഹൈസ്കൂൾ ആണെങ്കിൽ അത് അതിലും വലിയ കഷ്ടമായിരിക്കും. കാരണം അങ്ങനെ ഒരു CCTV ക്യാമറ ഒക്കെ വെക്കണമെങ്കിൽ അത് കുറച്ച് പാടാ. ഇനി ഒരു പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിൽ മാത്രമാകാം ഒരു പക്ഷേ അങ്ങനെയുള്ള ക്യാമറകളും വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് പുറത്തു നിന്ന് ഒരാൾ വീഡിയോ എടുത്ത് അത് പുറം ലോകത്തേക്ക് എത്തിച്ചതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അത് ഇനി ഒരു കപ്പിൾ മാത്രം എവിടെയെങ്കിലും വെച്ച് ഒരു കെട്ടിപ്പിടുത്തമോ ഒരു ഉമ്മയോ വെക്കുന്നത് ഒളിഞ്ഞ് ക്യാമറ എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് എതിർപ്പുമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ നോക്കി കാണുന്നത്. ഇത് കൊച്ചു കുട്ടികളാ, എന്താണ് ഏതാണ് നടക്കുന്നതൊന്നും അറിയില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങൾ പ്രസവിച്ചതായിട്ട് നമുക്കറിയാം. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ അറിഞ്ഞു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കോട്ടയ്ക്കലാണ് അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ദൈനംദിനം കേൾക്കുന്നത്. സഹപാഠിയിൽ നിന്നും പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന്റെ വാർത്ത നമ്മൾ ഇപ്പോഴത്തെ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജനറേഷൻ മാറിക്കോട്ടെ, പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ തെമ്മാടിത്തരങ്ങൾ കൊണ്ട് നടക്കുന്നത് ശരിയല്ല. ആ കുട്ടികൾക്ക് അറിയില്ലായിരിക്കാം. ഒരാളുടെ കമന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളാണ് ഒഴിഞ്ഞു മാറിപ്പോകേണ്ടത്, ആൺകുട്ടികൾ പരമാവധി ഇതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. എങ്ങനെയാണ് ഒഴിഞ്ഞു പോവുക? നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, എത്ര കുട്ടികളുണ്ട്? ആണും പെണ്ണും വെച്ച് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഒരാൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും, അതിനെ മറ്റാൾ എതിർക്കുമ്പോൾ. അപ്പൊ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സ്കൂൾ കെട്ടിടത്തിന്റെ പിറകിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ശരിക്കും അപകടം തന്നെയല്ലേ? അപ്പൊ ആ സ്കൂൾ അധികൃതരെ അത് അറിയിക്കുക. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്, അവരുടെ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക. അവിടെയുള്ള കുട്ടികൾക്ക് പോലും ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒരു സ്കൂളിനെ മാത്രം അങ്ങ് അടിച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല, കേരളത്തിൽ പലയിടങ്ങളിലുമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ആൾക്ക് സല്യൂട്ട് കൊടുക്കണം. കാരണം കുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്.